ഗായ്സ്, വെൽക്കം ബാക്ക് ടു എയിംസ് നഴ്സിംഗ് വിത്ത് മീ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എയിംസ് BSc നഴ്സിംഗിൻ്റെ കൗൺസിലിംഗ് പ്രോസസ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഓരോ അപ്ഡേഷൻസും എയിംസ് exam.ac.in എന്ന സൈറ്റിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പുതിയ വീഡിയോ ഇടുന്നതായിരിക്കും. സോ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഷെഡ്യൂൾ ഫോർ ഓൺലൈൻ സീറ്റ് അലോക്കേഷൻ പ്രോസസ്സാണ് ഇപ്പോൾ പുതിയ വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ഇതിൽ ഓരോ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ നമുക്ക് ഏതൊക്കെ കോളേജ് വേണമെന്ന് ചൂസ് ചെയ്യാനുള്ള ഡേറ്റ് 5th ജൂലൈ മുതൽ 9 ജൂലൈ വരെയാണ്. ഇന്ന് വൈകുന്നേരം 5 PM മുതൽ ആ പോർട്ടൽ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. നിങ്ങളുടെ പേജിൽ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ അതിനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. ദെൻ ഇതിൻ്റെ ഫസ്റ്റ് കൗൺസിലിങ്ങിൻ്റെ റിസൾട്ട് വരുന്നത് 12/7/2024 ജൂലൈ 12-നാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഡേറ്റാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കിട്ടിയ സീറ്റ് ഏത് എയിംസിലാണോ നമുക്ക് കിട്ടിയത് അത് നമ്മൾ ഓൺലൈനിൽ അക്സെപ്റ്റ് ചെയ്യണം. നമുക്കത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റും ചെയ്യാം. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓൺലൈനിൽ അത് അക്സെപ്റ്റ് ചെയ്യണം നമുക്ക് കിട്ടിയ സീറ്റ്. ഈ കോളേജിൻ്റെ ചോയ്സ് ഫില്ലിങ് നമ്മളുടെ പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് ഏത് എയിംസ് ആണോ നമുക്ക് പ്രിഫർ ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മളെ റാങ്ക് അനുസരിച്ച് അവിടെ സീറ്റ് വേക്കൻസി അനുസരിച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫസ്റ്റ് കൗൺസിലിങ്ങിന് കൊടുക്കുന്ന ചോയ്സസ് തന്നെയായിരിക്കും നമുക്ക് സെക്കൻഡ് റൗണ്ടിനും എടുക്കുന്നത്. അല്ലാതെ നമുക്ക് വേറെ തന്നെ ഓപ്ഷൻ കൊടുക്കാനുള്ള വേറെ തന്നെ ചോയ്സ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ സെക്കൻഡ് റൗണ്ടിലില്ല. ഫസ്റ്റ് കൗൺസിലിങ്ങിന് സെലക്ട് ചെയ്ത അതേ ഓപ്ഷൻസ് ആയിരിക്കും സെക്കൻഡ് കൗൺസിലിങ്ങിനും വേണ്ടിയിട്ട് പോകുന്നത്. ഓൺലൈനിൽ സീറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 13/7/2024 മുതൽ 18/7/2024 വരെയാണ്. ഈവനിങ് 5 PM വരെ. അതേ ഡേറ്റിലാണ് നമ്മൾ അലോട്ട് ചെയ്ത എയിംസിൽ പോയിട്ട് നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് നമ്മൾ ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ടൈം ഡ്യൂറേഷനും ഇത് തന്നെയാണ്. 13/7/2024 മുതൽ 18/7/2024 വരെയാണ് അതിനുള്ള ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ശ്രദ്ധിക്കണം. ദെൻ അബൌട്ട് സെക്കൻഡ് കൗൺസിലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് കൗൺസിലിൻ്റെ സീറ്റ് വാക്കൻസി ആദ്യം ഫസ്റ്റ് കൗൺസിലിങ് ഫില്ലായതിനു ശേഷം അത് ബാക്കിയുള്ള സീറ്റ് എത്ര ഉണ്ടെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ആ ഡിക്ലറേഷൻ ഓഫ് സീറ്റ് എത്ര സീറ്റ് ബാക്കിയുണ്ടെന്ന് നമുക്കറിയുന്ന ആ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 25/7/2024 ആണ്. ജൂലൈ 25th നമുക്കത് അറിയാൻ പറ്റും. ദെൻ സീറ്റ് അലോക്കേഷൻ സെക്കൻഡ് റൗണ്ടിൻ്റെ സ്റ്റാർട്ടാവും 25th തന്നെ. ഓൺലൈനിൽ സീറ്റ് ആക്സെപ്റ്റൻസ് ഓഫ് അലോട്ടഡ് സീറ്റ് അത് കൊടുത്തിരിക്കുന്നത് 26/7/2024 ജൂലൈ 26 മുതൽ 31st ജൂലൈ 5 PM വരെ. 26 ജൂലൈ 10 AM മുതൽ 31st ജൂലൈ 5 PM വരെയാണ് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള നമുക്ക് സമയം. അത് കഴിഞ്ഞ് അതേ ഡേറ്റിലാണ് നമുക്കിത് അവിടെ പോയി റിപ്പോർട്ട് ചെയ്യേണ്ടത്. കിട്ടി എയിംസിൽ പോയിട്ട് നമുക്ക് സെക്കൻഡ് കൗൺസിലിങ്ങിന് പോയ എയിംസിൽ പോയിട്ട് കിട്ടിയ എയിംസിൽ പോയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ദെൻ ഫസ്റ്റ് കൗൺസിലിംഗ് നമുക്ക് കിട്ടിയ എയിംസിൽ നമ്മൾ പോയില്ല, അവിടെ പോയി റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ ആ സീറ്റ് നമുക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. ഇത്രയാണ് ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇത് എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ദെൻ കാറ്റഗറി സർട്ടിഫിക്കറ്റിനെ കുറിച്ച് കാറ്റഗറി ബേസ്ഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അപ്ലോഡ് ചെയ്തവർക്ക് റിസർവേഷൻ കിട്ടുന്നതായിരിക്കും. ഈ അപ്ലോഡ് ചെയ്യാത്തവർക്ക് ജനറൽ കാറ്റഗറിയായി UR ആയിട്ട് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എങ്ങനെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.